ഫ്രണ്ട്സ്, ആർ ബി ഐയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആർ ബി ഐ എന്ന് പറഞ്ഞൊന്നുമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം, നമ്മുടെ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രേഡ് ബി കാറ്റഗറിയിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ജനറൽ, അതുപോലെ DEPR, അതുപോലെ DSIM എന്ന് പറയുന്ന കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അത് മാത്രമല്ല, നമുക്ക് ഇനീഷ്യലി എന്താണ് 1 lakh അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സാലറി ഉള്ള ഒരു പോസ്റ്റാണ്. ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ കേരളത്തിൽ വിവിധ ജില്ലകളിലായിട്ട് ഇതിന് എക്സാം സെൻറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, മറ്റുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയും. അതുകൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 66K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. നമുക്കൊരു 1 lakhിലേക്ക് എത്തിക്കാനാണ്. പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാം. ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് കൂടെ കാണാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസർ ഇൻ ഗ്രേഡ് ബി. അപ്പം ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള ഓഫീസർ ഗ്രേഡ് ബി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ജനറൽ വിളിച്ചിട്ടുണ്ട്, അതുപോലെ DEPR, അതുപോലെ DSIM, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനെ നമുക്ക് ആദ്യം നോക്കിക്കളയാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 25 മുതൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 16 വരെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും എക്സാമും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഡേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓഫീസർ ഗ്രേഡ് ബി നിങ്ങൾക്ക് ജനറൽ ആണെങ്കിൽ ഫേസ് 1 ഓൺലൈൻ എക്സാമിനേഷൻ സെപ്റ്റംബർ 8 ഏകദേശം നടക്കും. ഏകദേശം ഡേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് 2 പേപ്പർ 1, 2, 3 ഇത് നമുക്ക് ഓൺലൈൻ എക്സാമിനേഷനാണ്. ഒക്ടോബർ 19 നടക്കുക. ഇനി അടുത്തത് ഓഫീസർ ഇൻ ഗ്രേഡ് ബി ആണ് പറയുന്നത്. ഇത് DEPR ആണ്. DEPR എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച് ആണ് കേട്ടോ. അങ്ങനെ ഓരോ കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫേസ് 1 പേപ്പർ 1ഉം 2ഉം നമുക്ക് സെപ്റ്റംബർ 14, 2024 എക്സാം ഉണ്ടാവും. ദെൻ ഫേസ് 2 വരുന്ന പേപ്പർ 1ഉം 2ഉം റിട്ടൺ എക്സാമിനേഷനാണ്. അത് നമുക്ക് ഒക്ടോബർ 26 എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. ഇതിനടുത്ത് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ DSIM ആണ്. DSIM എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഫേസ് 1 പേപ്പർ 1 നമുക്ക് സെപ്റ്റംബർ 14, ഫേസ് 2 പേപ്പർ 1ഉം 3ഉം നമുക്ക് ഒക്ടോബർ 26 വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളും വേക്കൻസി നമുക്ക് നോക്കാം. ഇതിൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബിയിൽ ജനറലിൽ നമുക്ക് 66 വേക്കൻസിയും, DEPRൽ നമുക്ക് 21 വേക്കൻസിയും, ദെൻ DSIMൽ നമുക്ക് 7 വേക്കൻസിയാണ്. അപ്പോൾ വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ PWD കാരിയേഴ്സിൻ്റെ റിസർവ് വേക്കൻസികൾ നിങ്ങൾക്ക് അവിടെ കാണാം. SC/ST OBC എത്ര വേക്കൻസി എന്നൊക്കെ നിങ്ങൾക്ക് ഈ കോളത്തിൽ നോക്കിയാൽ, ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇതിൻ്റെ പേ സ്കെയിലാണ്. പേ സ്കെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ബേസിക് പേ വരുന്നത് 55,200 പെർ മന്ത്. നമുക്ക് എല്ലാ അലവൻസും ഒക്കെ കൂടിയായി, അതായത് ഈ പറയുന്ന HRA കൂട്ടാതെ കേട്ടോ, HRA കൂട്ടാതെ മറ്റ് അലവൻസ് ഒക്കെ പാടെ കൂടി ഇനീഷ്യലി നമുക്കൊരു 1,22,717 അപ്രോക്സിമേറ്റ്ലി കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു 1,00,000 അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ആയിട്ട് സാലറി വാങ്ങാവുന്ന ഒരു ജോലിയാണ്. അപ്പം നിങ്ങളത് പെട്ടെന്ന് നമുക്കത് കിട്ടുന്നൊരു ജോലിയല്ല. നല്ല എക്സാം കാര്യങ്ങളുണ്ടാകും. ആ ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1, 2024 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. 21 മിനിമം ഏജ്, മാക്സിമം 30 കഴിയാനും പാടില്ല. അപ്പോൾ ജൂലൈ 1, 2024 കണക്കാക്കി 21 to 30 ഇതിൻ്റെ ഉള്ളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 21 പൂർത്തിയായിരിക്കണം, 30 കഴിയാനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏജിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നമ്മുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈസി ടൂൾസ് കാണാം. ഈ ഈസി ടൂൾസിൽ എന്തുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഓപ്പൺ ആയി കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം. SSLC 10% നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ടൂൾസ് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ 21 to 30 ഏജ് ലിമിറ്റ്. അപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ബിരുദം ഉണ്ടായിരിക്കുക, അതായത് എനി ഗ്രാജുവേഷൻ ആണ് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. എനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കൊരു 60% മാർക്ക് വേണം, 60% മാർക്ക് ഉണ്ടായിരിക്കും.
ആയിരിക്കണം. എന്നാൽ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% മാർക്ക് മതി കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ PG ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയിൽ എന്താണ് 60% മാർക്ക് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ PG ചെയ്തിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ PG നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. PG ആണെങ്കിൽ നമുക്ക് 55% മാർക്ക് വാങ്ങിയാൽ മതി കേട്ടോ. SC/ST PWD ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, PG കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ് മാർക്ക് മതി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ നമുക്ക് ഡിഗ്രി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്, ഡിഗ്രിയിൽ നമുക്ക് ഈ പറയുന്ന 60% മാർക്ക് ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡിഗ്രിക്ക് നിങ്ങൾക്ക് 60% തികഞ്ഞിട്ടില്ലെങ്കിലും അത് നമ്മൾ നോക്കണ്ട, PGക്ക് നമുക്ക് മിനിമം ഒരു 55% ഉണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്കുള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PGൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ മാർക്കിൽ ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടും. PG കഴിഞ്ഞവരാണെങ്കിൽ എന്താണ് ജസ്റ്റ് 55% മാർക്ക് മതി എന്നുള്ളതാണ്. ഓക്കെ, ബിരുദം കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് അതിൽ 60% മാർക്ക് വേണം എന്നുള്ളതാണ് കേട്ടോ. ആ കണ്ടീഷനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത് നിങ്ങൾക്ക് കാണാം ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് DPR ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ DPR ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് ഷോർട്ടായിട്ട് തന്നെ പറയുന്നത് കേട്ടോ. അത് നമ്മുടെ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ആണ്. അതായത് നിങ്ങൾക്ക് PG എക്കണോമിക്സിൽ PG ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് മറ്റേതെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന MA ഒരു MSc ഈ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എക്കണോമിക്സോ അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സോ അഗ്രികൾച്ചർ എക്കണോമിക്സോ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സോ ഇതേതെങ്കിലും കഴിഞ്ഞവരാണെങ്കിൽ MA അല്ലെങ്കിൽ MSc പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാറ്റഗറി കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക്സ് എന്താണ് പ്രധാന സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ കരിക്കുലം അല്ലെങ്കിൽ സിലബസിൽ അതിൻ്റെ മിനിമം ഒരു എന്താണ് 50% വെയിറ്റേജ് ആ ലെവലിൽ നമ്മളത് പഠിച്ചിരിക്കണം. അതിൻ്റെ ക്രെഡിറ്റ് വരുന്ന രീതിയിൽ നമ്മളത് പഠിച്ചിരിക്കാനുള്ള കണ്ടീഷനാണ്. ഇനി അതല്ലെങ്കിലും മറ്റൊരു രീതിയിലുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഫൈനാൻസ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ഈ പറയുന്ന മുകളിൽ പറഞ്ഞ Aയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി രണ്ടാമത് അതല്ലെങ്കിൽ ഓറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫൈനാൻസിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇനി നിങ്ങൾ ഈ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് പ്രധാന സബ്ജക്റ്റ് ഫൈനാൻസും ബാക്കി നമ്മൾ ഈ പറയുന്ന ഇലക്ടീവ് സബ്ജക്റ്റായി പഠിച്ച അങ്ങനെയുള്ള ബിരുദം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ. അതായത് ഫോർ എക്സാമ്പിൾ MA or MSc ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫൈനാൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫൈനാൻസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫൈനാൻസ്, ബിസിനസ് ഫൈനാൻസ്, ദെൻ ബാങ്കിങ് ആൻഡ് ട്രേഡ് ഫൈനാൻസ്, ഇൻ്റർനാഷണൽ ആൻഡ് ട്രേഡ് ഫൈനാൻസ്, പ്രൊജക്റ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസ്, അഗ്രി ബിസിനസ് ഫൈനാൻസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് MA or MSc ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഫൈനാൻസിൽ PG ജസ്റ്റ് മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അതും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് മാസ്റ്റേഴ്സ് ഡിഗ്രി നമ്മൾ പ്രധാന സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഈ പറയുന്നത് ഫൈനാൻസ് പ്രധാനമായിട്ട് പഠിച്ചിരിക്കുന്നതാണ്. അപ്പം ഇതിൽ നമുക്ക് വേണ്ടൊരു പേഴ്സൻറ്റേജ് എന്ന് വെച്ചാൽ 55% മാർക്ക് മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന PG ആയതുകൊണ്ട് അതിൽ 55% മാർക്ക് മതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് എന്താണ് 50% മാർക്ക് മതി. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് DSIM ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ നിങ്ങൾ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 55% മാർക്ക് മതി. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ Bയിലുള്ള ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് വിത്ത് 55% മാർക്കോടുകൂടി മാത്തമാറ്റിക്സിൽ നിങ്ങൾ PG കഴിയുക. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ഈ പറയുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സ്റ്റാറ്റിസ്റ്റിക്സിലോ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് സബ്ജക്റ്റിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും പാടെ ചെയ്തിരിക്കണം കേട്ടോ. അങ്ങനെ ക്വാളിഫിക്കേഷൻ ഒരുപാട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് PG മാത്തമാറ്റിക്സും അതോടൊപ്പം തന്നെ ഒരു 1 year ഡ്യൂറേഷനുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നമ്മൾ ചെയ്തവരായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. വെറും മാത്തമാറ്റിക്സിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇതും പാടെ അതിൻ്റെ കൂടെ വേണം. ഇനി അതും അല്ലെങ്കിൽ ആർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡാറ്റാ സയൻസിലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോ അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിലോ അല്ലെങ്കിൽ ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 55% മാർക്ക് മതി കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ 4 year ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ 60% മാർക്ക് വേണം. ഈ പറഞ്ഞിരിക്കുന്നതായിരിക്കണം അത് നിങ്ങൾക്ക് ഡാറ്റാ സയൻസിലോ AIയിലോ അല്ലെങ്കിൽ MLലോ അല്ലെങ്കിൽ ബിഗ് ഡാറ്റ അനലിറ്റിക്സിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് 4 year ഡ്യൂറേഷനുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതിലേക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം. 60% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിരിക്കണം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 year പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അനലിറ്റിക്സ് PG DBA കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 55% മാർക്കോടുകൂടി PG DBA കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഡയറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ DSIMലേക്ക് കേട്ടോ. ഓക്കെ,
ഇനി നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റി പറഞ്ഞു. ഇനി ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ എക്സാമിനേഷനിൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഫേസ് 1ഉം ഫേസ് 2ഉം പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അങ്ങനെ 3 ഘട്ടമുണ്ടായിരിക്കുക. അപ്പോൾ ഓൺലൈൻ എക്സാമിനേഷൻ ഫേസ് 1 നമ്മുടെ ജനറലിൻ്റെ, അതായത് ഗ്രേഡ് ബി ജനറലിൻ്റെ വേക്കൻസി മീൻസ് എക്സാം സെൻ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ നമുക്കിതാ കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം ഇവിടെയൊക്കെയാണ് നമുക്ക് സെൻറ്റർ ഉള്ളത്. ഓക്കെ, അത് ഫേസ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫേസ് 1 ഗ്രേഡ് ബി ജനറലാണ് കേട്ടോ, ജനറൽ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കാണ്. ഇനി നിങ്ങൾക്ക് ഫേസ് 2 നിങ്ങൾക്ക് ജനറലിൻ്റെത് നമുക്ക് ഇവിടെ ഉള്ളൂ. കേരളത്തിൽ ഇപ്പം തിരുവനന്തപുരം സെക്കൻഡ് ഫേസ് തിരുവനന്തപുരം, കൊച്ചിയാണ് നമുക്ക് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഫേസ് 1 നമുക്ക് ഈ പറയുന്ന വിവിധ ജില്ലകളിൽ കാണാം. എന്നാൽ ഫേസ് 2 ജനറൽ നമുക്ക് ഈ പറയുന്ന തിരുവനന്തപുരം, കൊച്ചി മാത്രമേ കേരളത്തിലുള്ളൂ. ഇതിനടുത്തത് ഈ പറയുന്ന DEPRലും DSIMും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ കാറ്റഗറിയാണ് സെലക്ട് ചെയ്തതെങ്കിൽ അതിൻ്റെ ഫേസ് 1ഉം 2ഉം നമുക്ക് തിരുവനന്തപുരം, കൊച്ചി മാത്രമേ സെൻറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫേസ് 1 ആണെങ്കിലും 2 ആണെങ്കിലും. ഓക്കെ, പിന്നെ ഇതിലേക്ക് എക്സാം ഫീ ഉണ്ട്. SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 100 രൂപ പ്ലസ് 18% GST 118ഓളം രൂപയാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടി വരിക. ജനറൽ OBC AWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 850 പ്ലസ് 18% GST ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് അപേക്ഷ ഫീസ്. ഓൺലൈനായിട്ടാണ് നമ്മൾ ഫീ ഒക്കെ അടയ്ക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതാണ് വാചകം. ഓക്കെ, ഐ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതുക, ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് ഈ സെൻറ്റൻസ് മൊത്തം ഇതുപോലെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് അതിൻ്റെ ഡയമെൻഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റാക്കി നമ്മൾ ചെയ്യണം. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ ഒരു 200x230 പിക്സൽ, 20 KB 50 KB ഇടയിലായിരിക്കണം. അപ്പോൾ അതിനൊക്കെ നമ്മുടെ സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈസി ടൂളിൽ ഫോട്ടോ എഡിറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ സെലക്ട് ഫയൽ എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ പിക്സൽ റേഷ്യോ ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം വിഡ്ത്ത് നമുക്ക് 200 ആണ് അതിൽ പറഞ്ഞത്, ഹൈറ്റ് വന്നത് 230 നമ്മൾ അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് സൈസ് മാറും. എന്നിട്ട് നമുക്ക് മാക്സിമം 50 KB ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫയൽ വേണ്ടത്. അപ്പോൾ നമ്മൾ 50 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് എന്ന് കൊടുക്കാം. ഡൗൺലോഡ് കൊടുക്കുക. 20-ൻ്റെയും 50-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 36 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അത് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ നമ്മുടെ സൈറ്റിൽ തന്നെ ഉണ്ട് ടൂള്, ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സിഗ്നേച്ചറും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനൊക്കെ നിശ്ചിതമായുള്ള 10 KB 20 KBയിലായിരിക്കണം സിഗ്നേച്ചറൊക്കെ വരേണ്ടത്. 140x60 ആയിരിക്കണം അതിൻ്റെ പിക്സൽ സൈസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഇനി ഇതിലേക്കുള്ള ആ ഒരു സിലബസ് കാര്യങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. വേറെ എവിടെയും തപ്പിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇതിൽ തന്നെ ഓരോന്നും കറക്റ്റായിട്ട് സിലബസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ OBC SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ള ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം ഫോർമാറ്റ് ആയിരിക്കണം. ഓക്കെ, മുകളിൽ കാണിച്ച OBC ഇത് നമുക്ക് EWS കാൻഡിഡേറ്റ്സിൻ്റെ ആണ്, അതുപോലെ SC/STൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ഈ രീതിയിലുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെയിം ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ വാലിഡ് ഉള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിത് ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് കാണാം RBI ഓഫീസർ, നിങ്ങൾക്ക് കാണാം ഗ്രേഡ് ബി റിക്രൂട്ട്മെൻറ്റ് 2024 താഴോട്ട് ഇങ്ങനെ നോക്കുക. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ IBPS വഴിയാണ് ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. ആദ്യമായിട്ട് വരുന്ന ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. നമുക്ക് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണത്. രജിസ്ട്രേഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, പിന്നെ മറ്റു ഡീറ്റെയിൽസ് കൊടുക്കുക, പിന്നെ പ്രിവ്യൂ ആണ്, പിന്നെ നമുക്ക് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക, ദെൻ ലാസ്റ്റ് പേയ്മെൻറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഘട്ടം വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, വീട്ടിലിരുന്ന് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ചെയ്യാം. അപ്പോൾ എത്രത്തോളം ആളുകൾ ഉള്ളതിനനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. താങ്ക് യു.